2040 രാജ്യത്തേക്കുള്ള ഭക്ഷ്യ ഇറക്കുമതി പകുതിയായി കുറക്കാൻ ലക്ഷ്യമിടുകയാണ് ഒമാൻ. സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ദേശീയ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക നഗരങ്ങൾ സ്ഥാപിക്കാനുമാണ് പദ്ധതിയിടുന്നത്. നിലവിൽ ദോഫാറിലെ നജദ് ഒമാന്റെ ഭക്ഷ്യസുരക്ഷയിൽ ഒരു പ്രധാന സംഭാവന നൽകുന്ന മേഖലയായി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒമാനി കാർഷിക ദിനത്തിലാണ് അഗ്രികൾച്ചർ സിറ്റി പദ്ധതിയെക്കുറിച്ച് ഭവന നഗരാസൂത്രണ മന്ത്രാലയം വെളിപ്പെടുത്തിയത്. കൃഷി, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. 2040 ആകുമ്പോഴേക്കും ഭക്ഷ്യ ഇറക്കുമതി പകുതിയായി കുറയ്ക്കാനാണ് ഒമാൻ ലക്ഷ്യമിടുന്നത്. സ്വയം പര്യാപ്തത കൈവരിക്കുകയും ദേശീയ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. 3 കാർഷിക നഗരങ്ങൾ നിലവിൽ പദ്ധതിയിലുണ്ടെന്ന് ജലവിഭവ മന്ത്രാലയത്തിലെ കാർഷിക മത്സ്യബന്ധന മാർക്കറ്റിംഗ് ഡയറക്ടർ ജനറൽ ഡോക്ടർ മസൂദ് ബിൻ സുലൈമാൻ അൽ അസ്രി പറഞ്ഞു. മൊത്തം നിക്ഷേപം 3 മേഖലകളിലുമായി 1.7 ബില്യൺ റിയാലാണ്. അഗ്രികൾച്ചർ സിറ്റി പദ്ധതിക്കായി സഹാമിൽ 35 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും അസ്രി കൂട്ടിച്ചേർത്തു. മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ നഗരങ്ങൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ദോഫാറിലെ നജിദ് മേഖല ഒമാന്റെ ഭക്ഷ്യസുരക്ഷയിൽ ഒരു പ്രധാന സംഭാവന നൽകുന്ന മേഖലയായി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023-24 സീസണിൽ 66 മില്യൺ റിയാലിൻ്റെ വരുമാനമാണ് ഇവിടെ നിന്നുണ്ടായത്. കാർഷിക സാങ്കേതിക വിദ്യകളിൽ ആഗോളതലത്തിൽ മികച്ച 20 രാജ്യങ്ങളിൽ ഒമാനെ ഉൾപ്പെടുത്തുക, കാർഷിക മത്സരശേഷിയിൽ മികച്ച 10 രാജ്യങ്ങളിൽ ഇടം നേടുക എന്നിവയാണ് പദ്ധതിയുടെ ദീർഘകാല അഭിലാഷങ്ങൾ. മീഡിയ 1, മസ്കത്ത്.